ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. 1 പൗണ്ട് ഷ്രിമ്പാണ് എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 1 പൗണ്ട്. ആദ്യം ഷ്രിമ്പ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അതിന് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും മിക്സ് ചെയ്ത് ഷ്രിമ്പിൽ ചേർക്കുകയാണ്. ഇതിൽ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. അതിന് പകരം വിനീഗർ വേണമെന്ന് ഒരിക്കലും ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. 1/2 മണിക്കൂർ നേരത്തേക്ക് മൂടി വെക്കുകയാണ്. ഷ്രിമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി അത് ചെറുതായിട്ടൊന്നും വറുത്തെടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഷ്രിമ്പ് ഇട്ട് വറുത്തെടുക്കുകയാണ്. ഇത് പിന്നീട് നമ്മൾ കുക്ക് ചെയ്യുന്നത് കൊണ്ട് അധിക സമയം വറക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒരു സൈഡ് വറുത്താൽ മതി. ഷ്രിമ്പ് എണ്ണയിലിട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് മറിച്ചിടുകയാണ്. മറിച്ചിട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് കോരിയെടുക്കുകയാണ്. ഇത് 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒരുപാട് നമ്മൾ നിറച്ചിടുകയാണെന്ന് വരിയിൽ ഇത് ശരിയായിട്ട് വറുത്തെടുക്കാൻ പറ്റുകയില്ല. രണ്ടാമതിട്ട് ഷ്രിമ്പ് ഞാൻ കോരിയെടുക്കുകയാണ്. ഷ്രിമ്പ് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഷ്രിമ്പ് വറുത്തെടുത്ത പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി ഇതിലേക്ക് 2 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, 10 ചെറിയ ഉള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, 1 കപ്പോളം ഉണ്ട് ഇത്, 1 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചെടുത്തത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, സബോള മാത്രം ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞതാണ്, 2 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തേങ്ങ കൊത്തിയെടുത്തതാണ്. ഈ ഷ്രിമ്പ് റോസ്റ്റിന് തേങ്ങ കൊത്തിയിട്ട് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള ചേർത്തിരിക്കുന്നത് കൂടുതലുണ്ടെന്ന് തോന്നിക്കും, പക്ഷേ വഴന്ന് കഴിയുമ്പോഴത്തേക്കിന് അധികം കാണുകയില്ല. ഈ സവോളയും തേങ്ങാക്കുത്തും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വേണം പൊടികൾ ചേർക്കാൻ. സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത്. ഇത്രയിട്ട് ഈ പൊടികൾ നന്നായിട്ട് മൂപ്പിക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി ഇനി അതിലേക്ക് ചേർക്കുന്നത് 2 ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ 2 പുളിക്കഷ്ണങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ വെന്തലിഞ്ഞ് ചേരാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ഇച്ചിരി സ്വല്പം കൂടി വെന്തലിഞ്ഞ് ചേരാനുണ്ട്. സ്വല്പം നേരം കൂടി മൂടി വെച്ച് വേവിക്കുകയാണ്. ടൊമാറ്റോ ഇതിൽ നന്നായിട്ട് വെന്തലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ച ഷ്രിമ്പ് ചേർക്കുകയാണ്. ഷ്രിമ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി 1-2 മിനിറ്റ് വേവിച്ചാൽ മതി. കാരണം ഷ്രിമ്പ് വറുത്തപ്പോൾ അതിൻ്റെ 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഷ്രിമ്പ് കൂടുതൽ വേവിക്കുകയാണെങ്കിൽ ഹാർഡായി പോകും. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് വേവിക്കുകയാണ്. ഷ്രിമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. സ്വല്പം ഉപ്പ് കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഈ ഷ്രിമ്പ് റോസ്റ്റിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതിനാവശ്യത്തിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഈ റെസിപ്പിയിൽ ഷ്രിമ്പ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക.
നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.